കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചു ഒരു ഫാഷൻ ഡിസൈനർ നിർബന്ധമായും മാനുഫാക്ചറിംഗ് മെത്തേഡ്സും പാറ്റേൺ മേക്കിങ്ങും അറിഞ്ഞിരിക്കണമെന്നത്. മാനുഫാക്ചറിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ടൈലറിംഗ് മെഷീൻ. സ്വന്തം കഴിവിൽ ഇല്ലുസ്ട്രേറ്റ് ചെയ്യപ്പെട്ട ഒരു ഡിസൈൻ ഫാബ്രിക്കിൽ ചെയ്ത് വിജയിപ്പിക്കുന്നതിന് ഒരു ടൈലറിംഗ് മെഷീൻ അത്യാവശ്യമാണ്. 1830 അധിക ഭാഗവും തടി ഉപയോഗിച്ച് ഒരു തയ്യൽ മെഷീൻ ആദ്യമായി നിർമ്മിക്കുന്നത്. പിന്നീട് 1851 ഐസക് സിംഗർ മെറ്റൽ കൊണ്ടുള്ള സിംഗർ മെഷീൻ നിർമ്മിച്ചു. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ടൈലറിംഗ് മെഷീൻ ഉഷയാണ്. എല്ലാ കമ്പനികളും ഡൊമസ്റ്റിക് മോഡൽ, ടൈലേഴ്സ് മോഡൽ, ഇൻഡസ്ട്രിയൽ മോഡൽ എന്നീ ഇനങ്ങളിൽ മെഷീനുകൾ നിർമ്മിക്കുന്നുണ്ട്. ഇതിൽ ഡൊമസ്റ്റിക് മോഡലാണ് ബേസ് മോഡൽ എന്നറിയപ്പെടുന്നത്. സാധാരണയായുള്ള ടൈലറിംഗ് ആവശ്യങ്ങൾക്കായി ഈ ഡൊമസ്റ്റിക് മോഡലാണ് ഉപയോഗിച്ചു പോരുന്നത്. ടൈലറിംഗ് മെഷീൻ ബാലൻസ് ചെയ്യാൻ അറിയാത്തവർ ഇന്ന് വിരളമാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന് പ്രധാനമായും 3 ഭാഗങ്ങളാണുള്ളത്: ഫേസ് പ്ലേറ്റ്, ബെഡ് പ്ലേറ്റ്, ആം. ഓരോന്നിലും എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. തയ്യൽ മെഷീന്റെ ഇടതുഭാഗത്ത് നൂൽ കയറ്റാനുള്ള ഭാഗങ്ങൾ, സൂചി ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന മെറ്റൽ പ്ലേറ്റ് ആണ് ഫേസ് പ്ലേറ്റ്. ഈ ഭാഗത്തിനടിയിലാണ് തുണി വെച്ച് തയ്ക്കുന്നത്. രണ്ടാമതായി ബെഡ് പ്ലേറ്റ്, നാം തുണി വെച്ച് തയ്ക്കുന്ന മേശ പോലുള്ള ഭാഗമാണിത്. മൂന്നാമതായി ആം, ബെഡ് പ്ലേറ്റിന് കുറുകെ ഉയർന്നു കാണുന്ന ഉരുണ്ട് വണ്ണമുള്ള ഭാഗവും അതിനോട് ചേർന്ന് താഴേക്ക് ബെഡ് പ്ലേറ്റിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്ന ഭാഗവും ചേർന്നതാണ് ആം. ഇവ ഓരോന്നിലുമുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നും മെഷീന് സംഭവിക്കാവുന്ന തകരാറുകളും അവയ്ക്കുള്ള പരിഹാര മാർഗങ്ങളും എല്ലാം വരാനിരിക്കുന്ന മൊഡ്യൂളുകളിലൂടെ നമുക്ക് വിശദമായി മനസ്സിലാക്കാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ അവസാനമായി നാം പഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഫിനിഷ് ചെയ്ത ഒരു ഗാർമെന്റിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത് വൃത്തിയുള്ള സ്റ്റിച്ചിങ് ആണ്. ഇതിനായി കട്ടിയുള്ള ഒരു ക്ലോത്തിൽ നിശ്ചിത അകലത്തിൽ വളവും തിരിവും ഒന്നുമില്ലാതെ നീളത്തിൽ സ്റ്റിച്ച് ചെയ്ത് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഫേസ് പ്ലേറ്റിൽ നീഡിൽ ഘടിപ്പിച്ചിരിക്കുന്ന ബാറിൽ ഏറ്റവും താഴെ കാണപ്പെടുന്നതും തുണിയെ ബെഡ് പ്ലേറ്റിൽ അമർത്തിപ്പിടിക്കുന്നതുമായ ഭാഗമാണ് പ്രസർ ഫുട്ട്. ഇതിന്റെ ഇടയിലൂടെയാണ് സൂചി മുകളിലേക്കും താഴേക്കും പോകുന്നത്. ഈ പ്രസർ ഫൂട്ടിൽ 2 വലിപ്പത്തിലുള്ള ഭാഗം നമുക്ക് കാണാം. ഇതിൽ ചെറിയ വീതിയുടെ നിശ്ചിത അകലം കണക്കിലെടുത്താണ് സ്ട്രെയിറ്റ് ആയി സ്റ്റിച്ച് ചെയ്ത് പഠിക്കേണ്ടത്. ഈ വീതിയാണ് കംപ്ലീറ്റ് ചെയ്ത ഒരു ഗാർമെന്റിന്റെ ഫിനിഷിങ്ങിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഭംഗിയാക്കേണ്ടത് ഈ സ്ട്രെയിറ്റ് സ്റ്റിച്ച് ആണ്. വളവും തിരിവും ഒന്നുമില്ലാതെയുള്ള ഈ സ്റ്റിച്ച് നിങ്ങളിലെ ഫാഷൻ ഡിസൈനർക്ക് തിളക്കം കൂട്ടുന്ന ഒന്നാണ്. അടുത്ത മൊഡ്യൂളിൽ നമ്മൾ പഠിക്കാനിരിക്കുന്നത് ചുരി ബോട്ടം തിയറിയും കട്ടിങ്ങും ഒക്കെയാണ്. കട്ട് ചെയ്തൊരു ഫാബ്രിക്കിനെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഫാഷൻ ഡിസൈനർ ചെയ്യുന്നത് പോലെ ഫിനിഷിങ്ങിൽ എത്തിക്കുവാൻ വേണ്ടി നമുക്ക് സ്ട്രെയിറ്റ് സ്റ്റിച്ച് പഠിക്കാം. സ്ട്രെയിറ്റ് സ്റ്റിച്ച് പഠിക്കുമ്പോൾ അല്പം ബുദ്ധിമുട്ടുകളൊക്കെ തോന്നിക്കാവുന്നതാണ്. അതിലൂടെ ഒരു തികഞ്ഞ ഫാഷൻ ഡിസൈനർ ആകുവാനുള്ള ആദ്യ പടികളിലേക്ക് നമുക്ക് ഒരുമിച്ച് യാത്ര ആരംഭിക്കാം. ഫാഷൻ തിയറി വിത്ത് ജസ്സിനോടൊപ്പം.